ഒന്നാമത്തെ പ്രതിഫലം ഈ ദുനിയാവിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. അള്ളാഹു നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരും ചിരിക്കുന്നുണ്ട്, റാഹത്താണ് എല്ലാവരും ചിരിക്കുകയും കളിക്കുകയുണ്ട്. കാരണം നിനക്ക് കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, എല്ലാം നിനക്കുണ്ട്. പക്ഷെ സമാധാനം ഉണ്ടോ കാക്ക? സമാധാനമുണ്ടോ? എടാ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നീ പൈസ മുടക്കി ഒരു വീട് കെട്ടിയിട്ടുണ്ട്. എന്തിനാ വീട് കെട്ടിയത്? സമാധാനത്തോടെ കിടക്കാൻ. സമാധാനം ഉണ്ടോ? അങ്ങോട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല ഉസ്താദെ. ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അള്ള പറഞ്ഞത് കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്നാ. കല്യാണം കഴിച്ചിട്ട് സമാധാനം ഉണ്ടോ? അള്ളാഹു ആലം. പടച്ചോ നമ്മളെ കാക്കുമാറാകട്ടെ. എടാ, കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾ എന്താ മനുഷ്യന്മാർ ഇങ്ങനെ? കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? 150 പവനും കാറും 50 ലക്ഷവും കാറും ഇല്ലേ? ഒരുത്തെ 50 ലക്ഷവും 50 പവനും ഒരു കാറും കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓന് പോരാ. ഓൻ എന്ത് വേണം? ഇനിയും വേണം. ഇപ്പം അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നുണ്ട്. ഇങ്ങനെയുള്ളവന്മാർക്ക് അത് തന്നെയാണ് വേണ്ടത്. ശ്രീധനം, പണം, ആർത്തി പിടിച്ചവന്മാർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഓർത്ത് വെച്ചോണം ചെറുപ്പക്കാരൊക്കെ. ഇരിക്കണ ചെറുപ്പക്കാർ, വാപ്പ പറയും, ഉമ്മ പറയും, പണമില്ല, ഉണ്ട തിന്നണ്ട ഒരു അകത്ത് കിടന്നിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണം ചോദിച്ചു വരുന്ന ഒറ്റ ഒരുത്തനും മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ശ്രീധനം എന്നൊക്കെ ചോദിക്കുന്നവനെ വീട്ടിൽ പോലും കെട്ടിയേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങളൊന്ന് പറയട്ടെ, എനിക്ക് കേൾക്കാനാ. എന്ത് കിട്ടും? സമാധാനം കിട്ടും. ഉണ്ടോ? കീരിയും പാമ്പിനെ പോലെ കണ്ട, ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ട കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുകയാ. വീട്ടിൽ സമാധാനമില്ല, ബെഡ്റൂമിൽ സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകെ ജീവിതം തന്നെ നരകമായി മാറിയിരിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണോ? നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ നിന്റെ വീട് സ്വർഗമാകണോ? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ, നിന്റെ മക്കളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. നമ്മുടെ വീട് സ്വർഗമാകണം. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. ഈ വയല് കേൾക്കാമെന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു വീട് പറഞ്ഞു തരാം. ഈ വീട് പോലെയാണ് എന്നിവിടെ നിന്നിറങ്ങി പോകുമ്പോൾ നിങ്ങളെ വീടാകേണ്ടത്. ഈ വയല് കഴിഞ്ഞിവിടെ നിന്നിറങ്ങി പോകുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പല സംഭവങ്ങളും നടക്കുകയാണ്. ഇന്ന് ഈ വയല് കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വീട് കാണാൻ ഇന്ന് അതിഥികൾ വരികയാണ്. ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട് കാണാൻ വരുമടോ. ആരുടെ വീട് കാണാനാണ് മലക്ക് വരുന്നതെന്നറിയുമോ? ആരുടെ വീട് കാണാനാണ് മലക്ക് വരുമെന്നറിയുമോ? ഞാൻ നിങ്ങൾക്കൊരു വീട് പറഞ്ഞു തരാ. നിങ്ങളുടെ വീട് അങ്ങനെയാകണം. അങ്ങനെ നിങ്ങളുടെ വീടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവേ, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ വീടിന്റെ കവാടത്തിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, സാലിഹത്തായ ഭാര്യ അങ്ങനെയാണ്. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. പടച്ചവനെ, തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ ഭാര്യ ഇങ്ങനെ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്. നിസ്കരിക്കാൻ പോയതാണ്, നിബിതങ്ങളുടെ മുമ്പിൽ പോയതാണ്. വാപ്പയെയും മകനെയും കാണുന്നില്ല. ഭാര്യ വീടിന്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാ. അങ്ങനെ ഒരുപാട് സമയം കഴിയുമ്പോ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നാര മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ വീട്ടിലേക്ക് വരുന്നത് ഉമ്മു സുലൈമ കാണുകയാ. വല്ലാത്ത സന്തോഷമായി. തന്റെ ഭർത്താവ് വരുന്നുണ്ട്, തന്റെ പൊന്നാര മകൻ വരുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനമായി. പടച്ചവനെ, ഭർത്താവും മകനും ഇങ്ങനെ നടന്ന് അടുത്തു വരുമ്പോ ഉമ്മു സുലൈം ഒരു കാഴ്ച കാണുകയാ. കൂടെ വേറെ ഒരു പ്രായമുള്ള ഒരാൾ കൂടെയുണ്ട്. മൂന്നാമനായിട്ടൊരു മനുഷ്യൻ കൂടെയുണ്ട്. പടച്ചവനെ, ഉമ്മു സുലൈം വീടിനകത്ത് കയറി. ഭർത്താവ് സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അടുക്കളയിലിരിക്കുകയാണ്. ഉമ്മു സുലൈം അതാ തൽഹയോട് ചോദിച്ചു, തൽഹ, കൂടെ ഒരാളിരിക്കുന്നല്ലോ, ആരാണ്? അബൂ തൽഹ. പെണ്ണേ,
ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, സഹാബ, ഒരു പാവപ്പെട്ട യാത്രക്കാരനുണ്ട് സഹാബ, ആരാ ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ കൊണ്ടുപോകാൻ നബിയേ, ഞാൻ ഭക്ഷണം കൊടുക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യനാണ്. ഉമ്മു സുലൈമ ചോദിക്കുന്നു, തൽഹ, ആ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ, ആ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ, ആകെയുള്ളതൽപ്പം ഭക്ഷണമാണ്. നമ്മുടെ മകന് പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, അവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് ആകെ ഉള്ളത് ഈ ഭക്ഷണമാണ്. നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മുടെ മകന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ നിങ്ങൾ കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഇരുന്നിട്ട് സങ്കടപ്പെടുകയാ. വിളിച്ചുകൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നാര മകൻ കയറി വരികയാണ്. പടച്ചവനെ, എന്റെ ഉമ്മ കരയുന്നത്? മോനെ അനസേ, നിനക്ക് തിന്നാനുള്ള ഭക്ഷണമേ വീട്ടിലുള്ളൂ. ഉപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. 3 പേരും അടുക്കളയിൽ ഇരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആ സ്വാലിഹത്തായ ഭാര്യ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാം, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്തേ വഴിയെന്നറിയുമോ? ഈ ഭക്ഷണം മുഴുവനും ഒരുമിച്ച് ഒരു പാത്രത്തിനകത്ത് വെക്കാ. എന്നിട്ട് വാപ്പയും മകനും ആ മനുഷ്യനും കൂടെ ഒരുമിച്ച് തിന്നാനിരിക്കണം. നിങ്ങൾ 3 പേരും ഒരുമിച്ച് കഴിക്കാനിരിക്കണം. മോനെ അനസേ, ഉമ്മ പറയുന്നതനുസരിക്കണേ മോനെ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എന്റെ പൊന്നുമകന് വിളക്കണയ്ക്കണം. അടുത്തിരിക്കുന്ന വിളക്ക് കൈകൊണ്ട് തട്ടി അങ്ങ് തറയിലേക്ക് തെള്ളികിടണം. ആ വിളക്കണഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ആ പാവപ്പെട്ടവൻ കഴിക്കട്ടെ. മോൻ വാരി കഴിക്കരുത്. ഭർത്താവിനോട് പറയുന്നു, നിങ്ങളും കഴിക്കരുത്. ആ മനുഷ്യനൊന്നും അറിയാതെ വാരി കഴിക്കട്ടെ. അങ്ങനെ സമ്മതിക്കുകയാണ്. പാത്രത്തിനകത്ത് ഭക്ഷണം വെച്ചു. 3 പേരും ഒരുമിച്ചിരുന്നു. അനസ് എന്ന് പറയുന്ന ചെറിയ മകന് ചിന്തിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പട്ടിണിയാണ്. ഉമ്മ പറയുന്നതനുസരിക്കണോ വേണ്ടയോ? ആ പൊന്നുമകൻ സ്വാലിഹായ ഒരു മകനാണ്. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണക്കുകയാണ്. ഇരുട്ടാട്, വാരി തിന്നാൽ ആരും അറിയില്ല. എന്നാലും മനസ്സെന്ന് പറയുന്ന പൊന്നുമകനിരുന്ന് അഭിനയിക്കുകയാ. അങ്ങനെയാ വന്ന മനുഷ്യൻ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു. ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ് എന്നവിടുന്ന് ദുആ ചെയ്തു പോവുകയാണ്. റബ്ബേ, ആ കുടുംബമൊന്ന് പട്ടിണി കിടന്നടോ. അവരെത്ര ആവശ്യക്കാരാണ്. ആ ചെറിയ മകന് പട്ടിണിയാണ്. ഒരു ദിവസമല്ല, ഒരു നേരമല്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പൊന്നുമോന്. ആ കുടുംബം 3 പേരും അന്ന് രാത്രി പട്ടിണി കിടക്കുകയാണ്. പടച്ചവനെ, ഒരാളും പരാതി പറഞ്ഞില്ല. ഉപ്പ എന്തിനാ എനിക്ക് തരാതെ കൊടുത്തതെന്ന് ചോദിച്ചില്ല. അങ്ങനെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചുണർത്തുന്നു. പെണ്ണേ, സുബഹിയുടെ ബാങ്ക് വിളിക്കുകയാ, എഴുന്നേക്കു പെണ്ണേ, നിസ്കരിക്കണം പെണ്ണേ, പൊന്നുമോനെ വിളിച്ചു വിടൂ, പൊന്നുമോനെ വിളിച്ചു വിടൂ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അനസ് എന്ന് പറയുന്ന പൊന്നാര മകനെ വിളിക്കുമ്പോ വാപ്പാ നടക്കാൻ
നടക്കാൻ പറ്റുന്നില്ല വാപ്പാ, ശരീരം തളരുന്നു വാപ്പാ. അനസ് എന്ന് പറയുന്ന പൊന്നാര മകന് പട്ടിണി കാരണം ശരീരം തളരുന്നു എന്ന് പറയുമ്പോ പിതാവ് പറയുന്ന ചുമലിലേക്ക് കേറുമോനെ. തന്റെ പൊന്നാര മകനെ ചുമലിലേറ്റിയിട്ട് പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാ പോകുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എന്റെ അബൂ തൽഹ എവിടെ, എന്റെ അബൂ തൽഹ എവിടെ? നബിയേ യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തൽഹ, ഇന്നലെ വിളക്കണച്ച് നടത്തിയ വിരുന്നുണ്ടല്ലോ, ഇന്നലെ വിളക്കണച്ചിട്ട് നിങ്ങൾ നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വീടിനകത്ത് നടന്നത് എങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിന്റെ റൂമിനകത്ത് നടന്നത് അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ത്വൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു. തൽഹ, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി നിന്റെ വീടിനെ കുറിച്ച്, നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. അബൂ തൽഹ, എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, ഇന്നലെ സുബഹി വരെ തിരക്കായിരുന്നു, നിന്റെ വീട്ടിൽ സുബഹി വരെ തിരക്കായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കാണാമെന്നു, നിന്റെ മകനെ കാണാമെന്നു. നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോനും കൂടെ പൊള്ള ഭക്ഷണം പാവപ്പെട്ടവന് കൊടുത്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു. അബൂ തൽഹ, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മനോഹരമായ ഒരു പള്ളിയായി സഹോദരാ, പക്ഷേ ഈ പള്ളിയുടെ ചുറ്റും ഒരു മതിൽ കെട്ടണമല്ലോ, ഇല്ലെങ്കിൽ എന്ത് പള്ളിയാണ്? പള്ളിയുടെ ചുറ്റുഭാഗത്തൊരു മതിൽ കെട്ടി പള്ളിയുടെ പറമ്പ് മുഴുവനും നിന്റെ വീട് മതിൽ കെട്ടിയിട്ട് നീ തിരിക്കുന്നവനാണ് എങ്കിൽ ഈ പള്ളിയുടെ ചുറ്റുപാടുമൊന്ന് മതിൽ കെട്ടിയിട്ട് അല്ലാഹുവിന്റെ ഭവനമൊന്ന് സേഫ്റ്റിയാക്കണമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ. പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യണം. പള്ളിയുടെ മുമ്പിൽ ഇന്റർലോക്ക് ഇടണം, ഈ പള്ളി മനോഹരമാക്കണം. അല്ലാഹുവേ, ഇവരുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ വരാൻ പോകുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ വിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും നായി കയറി ഇറങ്ങി പോകുന്ന അവസ്ഥ വരരുത്. പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും മറയ്ക്കണം. പള്ളിയുടെ മുമ്പിൽ ഇന്റർലോക്ക് ഇടണം. പള്ളിയിൽ വരുന്നവർക്കൊരു പ്രയാസമാകാത്ത രീതിയിൽ മനോഹരമായി പള്ളിയുടെ ചുറ്റുപാട് നിങ്ങൾ വൃത്തിയാക്കണം. വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ കൊടുത്ത ഇന്ന് രാത്രി വരും വാപ്പാ, നിന്റെ വീട് കാണാൻ ഖുർആനിൽ ആയത്തിറങ്ങൂല, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇനി ആയത്തിറങ്ങൂല. പക്ഷേ ഇന്ന് നിന്റെ വീട് കാണാൻ ആകാശലോകത്ത് നിന്ന് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ.
അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മാലാകമാര് ആ മലക്കുകൾ ഇന്ന് നിന്റെ വീട്ടിൽ വരണം ദുആ ചെയ്യാറ്. ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സമാധാനം. അത് ഓർമ്മ വേണം സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ ഇടതുഭാഗത്ത് കാണുന്ന ഖബർസാര്, ഇവിടെയാ ഒരുപാട് പേര് കിടക്കുന്നത്. ഇതുപോലെ ഒരു ദിവസം നീയും വന്ന് കിടക്കേണ്ടവനാണ്. എത്ര കോടികൾ ചെലവഴിച്ചു പണിത വീടാണെങ്കിലും ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ മീസാങ്കല്ലിന്റെ അടിയിൽ കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു പറയുന്നു നിനക്കൊരു പ്രതിഫലം തരാ. അല്ല പറയുന്നു നിനക്കൊരു പ്രതിഫലം തരാ. നിനക്ക് സ്വർഗം വേണോ? നിനക്ക് സ്വർഗം വേണോ? അല്ല പറയുന്നു നിനക്ക് സ്വർഗം തരാമെന്ന്. ഞാനല്ല പറയുന്നത്, പടച്ച റബ്ബാണ് പറയുന്നത്. അല്ല വാക്കു പറഞ്ഞാ പാലിക്കുന്നവനാണ്. അതുകൊണ്ട് മുസ്ലിമേ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണേ. ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തവനാണെന്ന് പറയരുത്. കൊടുത്തത് കഴിഞ്ഞു വാപ്പാ, കൊടുത്തത് കഴിഞ്ഞു വാപ്പാ. എല്ലാം ചെയ്തിട്ട് അവസാനം അല്ലാഹുവിന്റെ പള്ളിയുടെ ചുറ്റുപാട്